ഈ ബംഗാളികളുടെ വിചാരം എന്താ? ഇവരാരാന്ന് ഇവർ വിചാരിക്കുന്നത്? ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം സമയം 12 മണിയാണ്, രാവിലെ എഴുന്നേറ്റ് ഈ നേരം വരെ ഒരു 5-5.5 മണിക്കൂറാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കും, ഒരു നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി, ഇന്ന സ്ഥലത്ത് പോകണം, ഇന്നത് കഴിച്ചു നോക്കണം. ബ്ലോഗ് ഷൂട്ട് ചെയ്യൽ മാത്രമല്ലല്ലോ എൻ്റെ ലക്ഷ്യം. പുതിയൊരു സംഭവം കണ്ടുപിടിക്കുക, ഭാവിയിൽ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണെങ്കിൽ അത് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു സിമ്പിൾ നോട്ട് ഉണ്ടാക്കിയിട്ട് ഇറങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ഐഡിയ. നോബീൻ ചന്ദ്രദാസ് കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററി. നോബീൻ ചന്ദ്രദാസ് എന്ന് പറയുന്ന മനുഷ്യൻ 1845 ജനിച്ച ആളാണ്. അയാൾ 1925 മരിച്ചും പോയി, 100 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഈ മനുഷ്യനാണ് റോസ്ഗുല്ല ഉണ്ടാക്കിയത്. ഇദ്ദേഹത്തിൻ്റെ മകൻ, ഒറ്റ മോനേ ഉള്ളൂ, വേറെ കുട്ടികളേ ഇല്ല, ആരുമില്ല, ഒറ്റ മോനേ ഉള്ളൂ. അങ്ങേരുടെ പേര് KC ദാസാണ്, കൃഷ്ണചന്ദ്രദാസ്. ഈ കൃഷ്ണചന്ദ്രദാസാണ് രസ്മലായി ഉണ്ടാക്കിയത്. രസ്മലായി എന്ന് പറയുന്ന സാധനത്തിന് മലായി എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ആക്ച്വലി ഒരു സയന്റിഫിക് പ്രോസസ്സാണ്. മിൽക്ക് 80 ഡിഗ്രി വരെ, അതായത് തിളക്കുന്നതിന് താഴെ വരെ ബോയിൽ ചെയ്യുന്നു, തണുപ്പിക്കുന്നു, എന്നിട്ട് അതിൻ്റെ സ്കിം ഓഫ് ചെയ്യുന്നു സംഭവം. അങ്ങനെ മുകളിൽ ഫാറ്റ് ലെയർ പൊന്തി വരുമല്ലോ, അങ്ങനെ അത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു, പിന്നെ 4 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു സയന്റിഫിക് പ്രോസസ്സ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് എ സയന്റിഫിക് പ്രോസസ്സ്. ഈ KC ദാസിൻ്റെ ഇൻഹെറിറ്റ് ചെയ്തത് ശാരദ ചരൺ ദാസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാളൊരു സയന്റിസ്റ്റാണ്. അപ്പോൾ ഒരു രസ്മലായി കണ്ടുപിടിച്ചതിൻ്റെ പുറകിലുള്ള ഒരു കുടുംബത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്കൊരു 2 മണിക്കൂർ പണിയെടുക്കാനുണ്ട്. എന്നാൽ റോസ്ഗുല്ല അല്ല ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ സ്വീറ്റ്, സന്ദേശാണ്. ശരിയാണ്, KC ദാസ് എന്ന് പറയുന്ന വലിയ കമ്പനിയാണ്, അത് ഭയങ്കര പോപ്പുലറൈസ് ചെയ്തു റോസ്ഗുല്ലയും രസ്മലായൊക്കെ. പക്ഷെ സന്ദേശാണ് ബംഗാളി സംഭവം. അത് മെഡീവൽ സാധനമാണ്. മെഡീവൽ സാധനം എന്ന് പറയുമ്പോൾ അത്രയും പഴയത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് 2 ഫോക്കസ് ചെയ്യാൻ. ഇത് 2 ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പണിയെടുത്ത് തുടങ്ങിയപ്പം ഇവിടെ എന്തായാലും ട്രൈ ചെയ്യേണ്ട സ്വീറ്റ്സ് എത്രയാണെന്നറിയാം. മിസ്റ്റി ദോയ്, റോസ്ഗുല്ല, രാജ്ഭോഗ്, സന്ദേശ്, മാൽപുവ, രസ്മലായ്, പായേഷ്, പാൻറ്റുവ, അമൃതി. ഇതിൻ്റെ പേര് കറക്റ്റായിട്ടാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ലാങ്ച, ചെനാർ ജിലേബി, പത്തിഷാപ്ത, ചോം ചോം, ജോയ് നോഗർമോ, മിഹിൻഡ, ഖീർ കദം, സാർ ബാജ, ദർബേഷ്, ഇവര് ബിജീഷ് എന്നെല്ലാം പറയുന്ന പോലെ, കച്ചഗോല, ചന്തപുരി, കേലോജാം എന്തോ പണ്ടാരം, നികുതി, നമ്മുടെ നികുതി കൊടുക്കുന്ന സാധനം, നേരു, റാബ്രി, ലബോഗ് ലതിക. കുട്ടികൾക്ക് പേരിടുന്ന പോലെ ഇട്ട് വെച്ചിരിക്കുക. ലേഡി കേനി എന്ന് പറയുന്നത് പണ്ട് ഏതോ ബ്രിട്ടീഷുകാരുടെ ഇതിന്റെ പേരിൽ ഈ KC ദാസോ ആരോ ഒരാൾ പേരിട്ടതാണ്. സീതാഭോഗ്, കോലാർ ബോര, ഗോജ, ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത്രയും സ്വീറ്റ്സ്, അതായത് ഇന്നിപ്പോൾ സ്വീറ്റ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ട് 9 ദിവസമായി. ഞാൻ ഓരോ ഡിഷായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഫിഷിൻ്റെ അങ്ങനെ കുറേ ഡെലിക്കസീസ് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് മുഴുവൻ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വന്നിട്ട് അതിൻ്റെ നോട്ട്സ് ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ ഈ സ്വീറ്റ്സിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള പ്രശ്നം ഏത്? ഇനി ഇവിടെ എത്ര സ്വീറ്റ് ഷോപ്പാണെന്നറിയാം. അത് ഞാൻ സയൻസിനെ പറ്റി പറഞ്ഞു, ഹിസ്റ്ററിനെ പറ്റി പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു വാസ്റ്റ്നെസ്, ഇതിൻ്റെ വലുപ്പം, അതായത് നമ്മളിപ്പം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കുറേ സ്വീറ്റ് ഷോപ്സ് ഉണ്ട്. പക്ഷേ കുളിച്ചിട്ട് പോലും ഇല്ല ഇന്ന്, ഇത്രയും നേരമായിട്ട് ഇതിൻ്റെ പുറകെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു അതായത് ഇത്രയും പഴയ ഹിസ്റ്ററി ആണല്ലോ, അപ്പോൾ ഒരു 19th സെഞ്ച്വറിയിലെ ഷോപ്സ് മാത്രം എടുക്കാം. 19th സെഞ്ച്വറിയിലെ ഷോപ്സ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് ഹരിദാസ് മോഡക് എന്ന് പറയുന്നൊരു സംഭവം. 1780 അയാൾ കട തുടങ്ങി, ഇപ്പോഴും ആ കടയുണ്ട്. നേരത്തെ പറഞ്ഞ ലിസ്റ്റിലില്ലാത്ത പല സ്വീറ്റ്സും ഈ ഹരിദാസ് മോഡക്കിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ കിട്ടി. അതായത് നേരത്തെ ഞാൻ 10-30ഓളം സ്വീറ്റ്സ് വായിച്ചേ. അതിൽ വേറെ പ്രശ്നമുണ്ട്, അത് ഞാൻ വേറെ പറയാം. ഗാംഗൂർ റാം 1885, അത് എവറസ്റ്റ് ഹൗസിലാണ്. അവിടെ ഇന്ദ്രാണി എന്ന് പറയുന്ന സ്വീറ്റ് ഉണ്ട്, അത് നേരത്തെ ലിസ്റ്റിലില്ല. സെൻ മഹാശയ് 1866 തുടങ്ങിയത്. അവിടെ അബാർ കാബോ, ദേശ് ഗൗരബ്, ഇതൊക്കെ അവിടുത്തെ വേറെ സ്വീറ്റ്സ് ആണ്. ഇനി ഗിരീഷ് ചന്ദ്രയുടെ 1844 തുടങ്ങിയത്, അതായത് 160 എത്ര കൊല്ലമായി. അവിടെ ചോക്ലേറ്റ് മലായ് റോഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. റൈസ് ബോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നെ BC നാഗ്. ഈ ദാസുമാരുണ്ടല്ലോ, KC ദാസ്, SC ദാസ്, പിന്നെ നോബിൻ ചന്ദ്രദാസ്, അതുപോലെ തന്നെ നാഗുമാർ വേറെയുണ്ട്. 1826 തുടങ്ങിയ ഷോപ്പ്. അവിടെ അൽഫോൻസോ സന്ദേശ്. ഈ സന്ദേശിൻ്റെ വെറൈറ്റീസാണ് അടുത്ത പ്രശ്നം. അതായത് ഇതെല്ലാം ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരു 10 ദിവസം കൂടെ ഇവിടെ താമസിച്ചിട്ട് ഞാൻ ഈ പറയുന്ന സ്വീറ്റ്സ്
ഇനി ഇത്രയും 10-40 വെറൈറ്റി സ്വീറ്റ്സ് ട്രൈ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു 5 എണ്ണം വെച്ച് ചെയ്താൽ തന്നെ, ഒരു 10 എണ്ണം വെച്ച് ചെയ്താൽ തന്നെ 4 ദിവസം വേണം. പക്ഷെ അവിടെ തീരുന്നില്ല പ്രശ്നം. നമ്മൾ സന്ദേശ് ട്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സന്ദേശം ഒരു സന്ദേശമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗംഗൂർ റാമിലെ സന്ദേശ്, കൊലവെരി ഡി സന്ദേശ് എന്ന് പറഞ്ഞു, ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനൊരു സ്പെഷ്യൽ സാധനമുണ്ട് അവിടെ. സെൻ മഹാശയിൽ പോയി കഴിഞ്ഞാൽ യൂഷ്വൽ സന്ദേശം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അവരുടെ വെറൈറ്റി റതാബി സന്ദേശ് എന്ന് പറഞ്ഞൊരു സാധനം, ഗിരീഷ് ചന്ദ്ര ഡേക്ക് സ്പെഷ്യൽ സന്ദേശങ്ങളുണ്ട്. ഇത് സാഫ്രൻ ഇട്ടിട്ടുള്ളത്, അത് ഇത് BC നാഗിൻ്റെ അടുത്ത് അൽഫോൺസോ സന്ദേശമുണ്ട്. ഇതെല്ലാം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഓരോരാളും ഓരോന്ന് ഇൻവെന്റ് ചെയ്യുന്ന ഇവരുടെ വിചാരം, ഇവർ ആരാന്നാണ് ഇവരെന്താ മലയാളികൾ ഇത്ര ബുദ്ധി ഉണ്ടാവാൻ, ഇത്ര ഹിസ്റ്ററി ഉണ്ടാവാൻ, ഇത്ര സയന്റിഫിക് ആവാനും എല്ലാം ഇത്രയും ഭക്ഷണം വെറൈറ്റി തുടങ്ങിയതേ ഉള്ളൂ. ഇനി KC ദാസിന്റെ ഷോപ്പ്. ഈ KC ദാസിനെ കിട്ടിക്കഴിഞ്ഞാൽ അടി കൊടുക്കേണ്ട കേസാണ്. KC ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് ആറ് കുട്ടികളാണ്. അയാൾ ഏറ്റവും ഇളയ മോനാണ് SC ദാസ്. SC ദാസ് ആണ് KC ദാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ ഉള്ള കമ്പനി തുടങ്ങിയത്. KC ദാസിന് 60 വയസ്സോളം ഉണ്ടാവുന്ന സമയത്താണ് അദ്ദേഹം രസ്മലായി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ SC ദാസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അങ്ങനെ സയന്റിസ്റ്റ് ആണ്. നോബിൻ ചന്ദ്രദാസ് ഇവരുടെയൊക്കെ അച്ഛൻ, KC ദാസിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ഒരേ ഒരു മോനാണ്, നോബിൻ ചന്ദ്രദാസിന്റെ ഒരേ ഒരു മോനാണ് KC ദാസ്. നോബിൻ ചന്ദ്രദാസ് ആണ് റോസ്ഗുള്ള കണ്ടുപിടിച്ചത്. ഇപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത്, KC ദാസിൽ പോയി കഴിഞ്ഞാൽ റോസ്ഗുളി, രസ്മലായി എല്ലാം കഴിക്കാം. അല്ല, ഇവിടെ നൊബീൻ ചന്ദ്രദാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പുണ്ട്. ഈ നൊബീൻ ചന്ദ്രദാസിന് ഒറ്റ മോനാ KC ദാസ്. അപ്പൊ അവർക്ക് എല്ലാം കൂടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയ പോരെ. അപ്പൊ നൊബീൻ ചന്ദ്രദാസ് പോയിട്ട് ഞാൻ ഒറിജിനൽ രസ്ഗുള നോക്കണം, അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇത് പഠിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഈ പ്രശ്നം. ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ പ്രശ്നമില്ല. നമ്മളത് റിസർച്ച് ചെയ്യാൻ ഇറങ്ങുമ്പോഴേ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് കഴിഞ്ഞാലാണ് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുക. കാരണം ഞാൻ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പണിയെടുക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേ ഇത് എവിടെ എത്തൂല. ഇത് ഞാൻ ഒരു മാസം ഇവിടെ താമസിച്ചാൽ പോലും ഈ സ്വീറ്റ്സിനെ പറ്റി എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് മലായ് റോൾ. അപ്പൊ ഈ ഇവിടെ പോർച്ചുഗീസുകാർ പണ്ട് വന്നിട്ട് അവരുടെ കോട്ടേജ് ചീസ് ഉണ്ടല്ലോ, ആ ചീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കൽക്കത്തയിൽ കിട്ടിയെന്ന് പറയപ്പെടുന്നു. അതായത് ഈ പറയുന്നത് 200 കൊല്ലം മുമ്പത്തൊക്കെ കഥയാണ്, അതിനും മുമ്പത്തെ കഥയാണ്. കാരണം പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത്ര പഴയതാണ്. അവരാണ് ഈ ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചന ദാലല്ല, ചന എന്നാണ് ഇവർ പറയുന്നത് ഈ കോട്ടേജ് ചീസിന്. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എനിക്കറിയില്ല. അവരുടെ ഇൻഫ്ലുവൻസിലാണ് ഈ സാധനം ഉണ്ടാവുകയും ഈ റസ്ഗുള ആയാലും രസ്മലായാലും ഇടുന്ന ബോളായാലും എല്ലാം ചനയുടെ ബോളാണ്. അതിന്റെ ഇടയിലാണ് ഗിരീഷ് ചന്ദ്ര ഡേ എന്ന് പറയുന്ന മനുഷ്യൻ ചോക്ലേറ്റ് മലായ് റോൾ ഉണ്ടാക്കുന്നത്. അത് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയായിരുന്നു. അപ്പൊ ഈ റൈസ് ബോളിൽ ചോക്ലേറ്റ് ഇടുക, അങ്ങനെയുള്ള ഇത് 1844 തുടങ്ങിയ ഷോപ്പാന്ന് ആലോചിക്കണം. അതായത് അന്നത്തെ കാലത്തെ നമ്മുടെയൊക്കെ ആൻസസ്റ്റേഴ്സിന്റെ പേര് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇനി എന്നാ തീരുവോ, ഇവിടെ ഒരു മുളിക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ പായേഷ്, ഈ ചെന ഞാൻ പറഞ്ഞു പായേഷ്, അവിടെ വേറെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ എപ്പോ എങ്ങനെ തീർക്കാനാ എനിക്കറിയാൻ പാടില്ല. ഇത് മുഴുവനും കഴിച്ചു തീർക്കാൻ പറ്റൂല, അത് ടേസ്റ്റ് ചെയ്ത് തീർക്കാൻ പോലും പറ്റൂല. കാരണം നമ്മൾ ഇതിന്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും, എങ്ങനെയാവും, എന്ത് മനുഷ്യന്മാരവരൊക്കെ. സ്വീറ്റ്സിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ച എത്ര പേരാ ഇവിടെ കൊൽക്കത്തയിൽ, എനിക്കറിയാൻ പാടില്ല. നമ്മൾ തൃശ്ശൂരൊക്കെ പോയിട്ട് സ്വീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ കമ്പനി ഉണ്ടല്ലോ, ശ്രീകൃഷ്ണ എന്നല്ല അതിന്റെ പേര്, അവിടെയാ പോകുന്നത്. നമുക്ക് കേരളത്തിന്റെ ഒന്നും ഒരു ട്രഡീഷണൽ സ്വീറ്റ്സിലൊന്നും അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല. നമ്മുടെ ഇപ്പോഴും പേസ്ട്രിയും സംഭവങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവരിത് നോക്ക്. അത് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഈ സന്ദേശിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു 200 കൊല്ലത്തെ ഹിസ്റ്ററി ഒന്നുമല്ല, അത്ര പഴയ ഹിസ്റ്ററി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ റിഫൈൻഡ് ഷുഗർ എന്ന് പറയുന്ന ടെക്നോളജി വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അധിക കാലമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി. പക്ഷെ എന്നാലും പണ്ട് ഇവരുണ്ടാക്കിയിരുന്നത് ജാഗ്രി വെച്ചിട്ടാണ് അത്ര. അങ്ങനെ പണ്ടുണ്ടാക്കിയിരുന്ന കുറെ സ്വീറ്റ്സിന്റെ സംഭവങ്ങളുണ്ട്. ഇത് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ബംഗാളികൾ എന്താ സംഭവം. ഇതിപ്പോ എവിടെ എത്തൂല. ഇന്ന് മുഴുവൻ ഇരുന്ന് ഞാൻ നോട്ട്സ് എഴുതി ഉണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നില്ല ഒരു 10 ദിവസമെങ്കിലും അഡീഷണലി ഇവിടെ താമസിക്കാതെ എനിക്ക് ഈ സ്വീറ്റ്സിന്റെ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്റെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റും. ഒന്നുകിൽ ഇത് മൊത്തം കീറി കളഞ്ഞ് തിരിച്ചു പോവുക, വേറെ വഴിക്ക് പോവുക, അല്ലെങ്കിൽ കുറേ ദിവസം കൂടെ താമസിക്കുക. എനിക്കറിയാൻ പാടില്ല. ബംഗാളികൾ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ബംഗാളി എന്ന് പറയുന്നത് ഇത്, പക്ഷെ ഇവിടെ വന്നിട്ട്